വീട്ടിൽ ചെന്നു. ഞാൻ രാത്രിയിൽ നല്ല ഉറക്കമായി. ഏകദേശം 2 മണിയോളം ആയപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ഞെട്ടി ഉണർന്നു. എൻ്റെ റൂമിൽ വളരെ അത്ഭുതകരമായ രീതിയിലൊരു പ്രകാശം കണ്ടു. ഞാൻ ഇതുവരെയും അതുപോലൊരു പ്രകാശം കണ്ടിട്ടില്ല. വെള്ളി മേഘത്താൽ നിറഞ്ഞൊരു പ്രകാശമായിരുന്നു. എൻ്റെ കാൽച്ചുവട്ടിൽ ഈ അൾത്താരയിലെ അമ്മയെ എനിക്ക് കാണാൻ സാധിച്ചു. ആ നിമിഷം ഞാൻ സ്തംഭിച്ചു പോയി, ഞെട്ടിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ സ്തംഭിച്ച് കിടന്നു. എപ്പോഴോ ഞാൻ വീണ്ടും ഉറങ്ങി. രാവിലെയായി. ഞാൻ ആ ഷോക്കിൽ നിന്ന് എനിക്ക് മാറാൻ സാധിക്കുന്നില്ല. ഞാൻ എന്താണ് കണ്ടത്? ഇത്രയും ശക്തിയുള്ള മാതാവോ? ദൈവമേ, ഇത്രയും നാൾ എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല? എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. മക്കളോട് 2 പേരോട് ഞാൻ പറഞ്ഞു. അവർ എന്നെ കളിയാക്കുന്നത് പോലെ 2 പേരും പരസ്പരം ചിരിച്ചു. കാരണം മാതാവിനെയോ യേശുവിനെയോ അറിയാത്ത ഒരു ലോകത്തായിരുന്നു ഞങ്ങൾ. എന്നിട്ട് രാവിലെ ഞാൻ തിരി കത്തിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്ക് അമ്മയെ കണ്ട അത്ഭുതത്തോടെ ഞാൻ അന്ന് മുഴുവനും കഴിച്ചുകൂട്ടി. രാത്രി സന്ധ്യസമയത്ത് ഞാൻ തിരി കത്തിച്ചില്ല. 2ാമത്തെ ദിവസം രാത്രിയിൽ വീണ്ടും എൻ്റെ ചെവിയിൽ, എൻ്റെ വലതു കാതിൽ പാടുന്നു, കേൾക്കുന്നു. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. പാട്ട് കേൾക്കുന്നു, പറയുന്നു. പിറ്റേ ദിവസവും വെളുക്കുവോളം എനിക്കത് കേൾക്കാൻ സാധിച്ചു. പിറ്റേ ദിവസവും 2ാമത്തെ അത്ഭുതത്തോടെ ഞാൻ ഉണർന്നു. ദൈവമേ, ഇതെന്താണ് സംഭവിച്ചത്? എനിക്കറിയാൻ വയ്യ. ഞാൻ ഫോൺ ഓപ്പൺ ചെയ്തു. ഫോണിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച നടക്കുന്ന ധ്യാനമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. അതായിരുന്നു തലേ ദിവസം രാത്രിയിൽ എൻ്റെ കാതിൽ കേൾപ്പിച്ചത്. അപ്പോഴാണ് ധ്യാനം എന്താണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ആ ധ്യാനം എടുത്ത് ഫുള്ള് കേൾക്കുകയും അതോടെയാണ് ഉടമ്പടി എന്താണ് നിബന്ധനകളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. അതിനുശേഷം കൃത്യമായി ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ ശ്രമിച്ചു. വളരെയേറെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ചെറുതും വലുതുമായ ഒട്ടനവധി അത്ഭുതങ്ങളുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. എൻ്റെ വസ്തു 3ാമത്തെ ഉടമ്പടി വരെയും വിറ്റ് കിട്ടിയില്ല. പല കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അമ്മ തരണം ചെയ്തുകൊണ്ടിരുന്നു. ഏത് പ്രതിസന്ധിയിലും എന്നെ 2 കൈ കൊണ്ട് പൊക്കി താങ്ങി നിർത്തിയിരുന്നു. പക്ഷേ വസ്തു വിൽപ്പന മാത്രം നടക്കുന്നില്ല. മോളുടെ കല്യാണം അടുത്തു. 1 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ വീണ്ടും പുതുക്കാനായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നു.